എലപ്പുള്ളി എണ്ണപ്പാടം പടിഞ്ഞാറേയാക്കര അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. മലമ്പുഴ നിയോജക മണ്ഡലം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡിൽ ഉൾപ്പെട്ട എണ്ണപ്പാടം പടിഞ്ഞാറേക്കര അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത്. എ. പ്രഭാകരൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ഏകദേശം 10-15 അംഗൻവാടി പുതിയ കെട്ടിടം ഫണ്ട് അനുവദിക്കുകയും അതിന്റെ പണി പൂർത്തിയാവുകയും ചെയ്തു. എലപ്പുള്ളിയിൽ തന്നെ ഇപ്പോൾ തോരക്കാട് അംഗൻവാടിയുടെ പ്രവർത്തനം ഇലക്ട്രിഫിക്കേഷൻ ലൈൻ വലിക്കാനുണ്ട്. അത് മറ്റേ വയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ എടുപ്പുകുളം ചാന്തമ്പുള്ളി അംഗൻവാടിയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അത് 2-3 മാസത്തിനകം അതും പൂർത്തിയാകും. ഇപ്പം നൊച്ചിക്കാട് ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് KLU ഇല്ലാത്തതാണ്. KLU ആയിരുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ 12-ാം തീയതിക്കുള്ളിൽ KLU വാങ്ങിയാൽ അതിന് 10-20 ലക്ഷം രൂപ വെക്കും. അല്ല, വെക്കില്ല. കാരണം എന്തറിയോ, ഇത് എന്റെ അവസാന വർഷമാണ്. അപ്പൊ MLA എന്ന നിലയ്ക്ക് ഞാൻ എന്റെ പ്രവൃത്തി പൂർത്തിയാകുന്നതിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യണം. അതെനിക്ക് നിർബന്ധമുണ്ട്. അല്ലാതെ ഈ മറ്റേ പടിഞ്ഞാറക്കര അംഗനവാടിയെ പോലെ 5 കൊല്ലം വെച്ച് താമസിപ്പിക്കാൻ ഞാനില്ല. നിങ്ങൾ ഈ 12-ാം തീയതിക്കകം അതിന്റെ KLU റെഡിയാക്കിയിട്ടുണ്ട് എന്ന വിവരമല്ല കത്ത് തന്നാൽ നിങ്ങൾക്ക് പൈസ വയ്ക്കും. ഞാൻ 13-ാം തീയതി ഇക്കൊല്ലത്തെ 25-26 MLA ഫണ്ട് എഴുതി കൊടുക്കാൻ പോവുക. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ. സുജാത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ. പത്മിനി, ബ്ലോക്ക് മെമ്പർ വിശാലാക്ഷി, എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ്. സുനിൽകുമാർ, വാർഡ് മെമ്പർ വി. സന്തോഷ്, ICDS സൂപ്പർവൈസർ മഹേശ്വരി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. രേവതി ബാബു സ്വാഗതവും അംഗൻവാടി വർക്കർ സിജി നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.